നീ എന്തുട്ടത് കാണിക്കണത്? അലക്കി വിരിക്കണ എന്തുട്ടത്? ഞാൻ പറഞ്ഞുള്ളൂ എന്റെ പൊന്നോ, കൊല്ലാൻ പറയണ്ട. ഇവള് വന്നു വന്നിട്ടല്ലേ കയറാളോ? നമുക്കൊരു പണി എടുത്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. കേട്ടോ ചേച്ചി, ഇപ്പൊ വരാട്ടാ. ആ ശരി. കഴിഞ്ഞ ചേച്ചി നീ എവിടെ പോയതാ? ഒന്നൊരു ഫോൺ കൊണ്ടുണ്ടായി ചേച്ചി. ഇതുണ്ടാക്കി കഴിഞ്ഞില്ലേ? 2 ചപ്പാത്തി ഉണ്ടാക്കാനാണ് ഇത്ര പ്രയാസം. എന്നിട്ടും വിശന്നിട്ട് പാടില്ല. ഇതാരാണോ രാവിലെ തന്നെ? പറഞ്ഞോണ്ട് ഇതാരാണോ രാവിലെ തന്നെ? ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. വഴി. അയ്യോ, റോസാരിയച്ചനല്ലേ ഇത്? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. മകൾക്ക് ഇപ്പോഴും എന്നെ ഓർമ്മയുണ്ടല്ലേ? ദൈവാനുഗ്രഹം. ചേച്ചിക്ക് മനസ്സിലായില്ലേ? ഫാദർ റൊസാരിയോ കേട്ടിട്ടില്ലേ? ഓ, അന്ന് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അതാണ് മനസ്സിലാവാഞ്ഞ. അമ്മാമ്മക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. പിന്നെ മറക്കാൻ പറ്റുമോ? അച്ഛനെന്താ അങ്ങനെ നിക്കടച്ചാ? ഇരിക്കച്ചാ. ഇവിടെ ഒരിടത്ത് പ്രാർത്ഥനയ്ക്ക് വന്നതാണ്. അപ്പോഴാണ് ഈ ഭവനം ഒന്ന് സന്ദർശിക്കാൻ തോന്നിയത്. നിങ്ങളുമായി ഒരു കാര്യം പങ്കുവെക്കുവാനുണ്ട്. അച്ഛൻ അങ്ങനെ ഇങ്ങനെയൊന്നും വരാത്താണല്ലോ. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ അച്ഛാ? കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയിൽ തോന്നിയൊരു തോന്നലാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ഈ വീട്ടിലെ ഗൃഹനാഥ ഒരു ഉപവാസം എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഈ കുടുംബത്തിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചേക്കാം. ഉപവാസം എന്ന് പറഞ്ഞാ? ഇത്ര നാളുടെ ഉപവാസം എന്താണെന്ന് അറിഞ്ഞൂടാ നമുക്ക്? അയ്യോ, ഉപവാസോ? ചളമാക്കല്ലയുടെ പുല്ല്. അമ്മാമ്മക്ക് ഉപവാസം എന്താണെന്ന് അറിയില്ല മാമ? ഉപവാസം എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ ഉപവാസം പല അച്ഛൻ ഉണ്ടല്ല. അതന്നെ ഈ ശബ്ദം ഞാൻ കണ്ട് കേട്ടിട്ടുണ്ട്. ദൈവമേ, കൈ നോക്കണം. ഇൻ ദ നെയിം ഓഫ് ഗോഡ്. ഉപവാസം എന്ന് പറഞ്ഞാൽ പച്ച വെള്ളം കഴിക്കാതെ ഒരു ദിവസം മുഴുവൻ പ്രാർത്ഥനയിലായിരിക്കുക. അപ്പൊ അച്ഛൻ പറയണത് ഇവളൊന്നും കഴിക്കാൻ പാടില്ലെന്നാണ്? അതെ, മുഴു പട്ടിണി. ഞാൻ പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം, ഇല്ലെങ്കിൽ വിട്ടു കളഞ്ഞേക്കും. അച്ഛൻ പറഞ്ഞ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? പ്രവചന ഗുരുവല്ലേ. അത് ഇത്ര പതുക്കെ പറയണോ? ഉറക്കെ പറഞ്ഞാട്ടെ. ഒരു ദിവസത്തെ കാര്യമുള്ള ചേച്ചി, കുഴപ്പമില്ല, അങ്ങ് എടുക്ക്. ഈ അച്ഛൻ പറയുന്നത് കറക്റ്റായിട്ട് സംഭവിക്കേണ്ട എനിക്കറിയാം. അല്ല മാമേ? ഒരു ദിവസത്തെ കാര്യമല്ലേ വേളേ ഉള്ളു, അതങ്ങോട്ട് എടുക്ക്. ഒരു കുഴപ്പമില്ല. ഭക്ഷണം കഴിക്കാതിരിക്കാന്ന് വെച്ചാ ഇത്രയും പണ്ഡിതനായ ഒരു അച്ഛൻ പറഞ്ഞിട്ട് കേക്കാട്ടെ എങ്ങനെയാണ് മോളെ? അത് തന്നെ, അങ്ങ് എടുക്കേച്ചി. വണ്ടിയുടെ സൗണ്ട് കേൾക്കണ്ടല്ല. ചേട്ടൻ വന്നു. അവനോട് ഇതൊന്നും വീണാട്ടിക്കാൻ നിൽക്കണ്ടാട്ടാ. ആ, അത് ശരിയാണ്. അവനോടൊന്നും പറയാൻ നിൽക്കണ്ട. കേട്ട് കഴിഞ്ഞ് ഓടിപ്പിക്കും നമ്മള്. റോസ്മിയായി, ആ ചോറന്നാ? കഴിച്ചിട്ടില്ലടാ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവുന്ന വിചാരിച്ച ഓടിയാണ് വന്നത് ബിരിയാണി വാങ്ങിച്ചോണ്ട്. ഇവള് വിളിച്ചു പറഞ്ഞപ്പേ ഞാനതിന് കഴിഞ്ഞ ആഴ്ച വിളിച്ചു പറഞ്ഞതല്ലേ? കഴിഞ്ഞ ആഴ്ച? ആ, ഇന്നലെ. ഇന്നല്ലേ വിളിച്ചത്? ഇന്നലെ നാളേക്ക് ഒന്നല്ല ഏട്ടാ. ഇത് പൊളിക്കാനും നീ കഴിക്കണല്ലേടി? ഞാനിപ്പോ കഴിച്ചോളൂ. ആണോ? നീ പോയി 4 പ്ലേറ്റ് എടുത്തോണ്ടെന്നു. അപ്പൊ എന്താണ് നീ നേരത്തെ കഴിച്ചത്? നീ പറഞ്ഞില്ലേ അപ്പൊ അവളോട്? ഞാൻ പറഞ്ഞാണ് ചേച്ചിക്ക് ഇതൊന്നും ഇഷ്ടമല്ല ഏട്ടാ. ഇഷ്ടമല്ലേ? മാമക്കുണ്ടേ? ഞാൻ കഴിക്കലുണ്ട്. എനിക്ക് കഴിക്കണേന് കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പോ? അതിന് കുഴപ്പമൊന്നുമില്ല, വേറെ ഒന്നുമില്ല. തടിയല്ലേ, അതിനെന്താണ്? ഒരു കുഴപ്പമില്ല. കഴിക്കാന്നാ. ചേട്ടൻ ഇന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ടിരാൻ തോന്നിയല്ലോ.
ഇവളുടെ കാര്യം നോക്കി വാങ്ങിച്ചോണ്ട് വന്ന് കഴിഞ്ഞപ്പോ നേരത്തെ തിന്നേക്കണം. എന്നാ ധൃതി വെക്കി, വൈകുന്നേരം ആയാലും തിന്നാലാ. ധൃതി വെക്കടി. ആ തിന്നട്ടെ. ജിൻസോയ്, ആ ജോ മോനാ പഴയ ഇരിക്കടാ, വീണേക്കടാ. അതിനെവിടെ കഴിഞ്ഞല്ല? കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ, ഇവിടെ എവിടെ ഇരിപ്പുണ്ടായില്ല. ആ നീ എടുത്ത് വെച്ചിരിക്കായിരുന്നാ? ഇവിടെ നീ ജോമൻചേട്ടാ സൂപ്പർ ബിരിയാണിയാണ്, ഒന്നും പറയാനില്ല. അങ്ങോട്ട് കഴിച്ചേ. അവിടെ ഇരുന്നേ. ഇവിടെ കഴിക്കടാ, സൂപ്പറാണ്. അല്ല സൂപ്പർ സാധനമാണ്. ചേച്ചി നമ്മൾ നോക്കി വെള്ളം കഴിക്കണില്ലേ? നീ എവിടെ നിന്ന് കഴിക്കടാ, അവക്ക് വേണ്ട. നല്ല സൂപ്പർ ബിരിയാണി. അത് ഇത്ര പതുക്കെ പറയണോ? ചേച്ചി ഇത്തിരി വെള്ളം എടുത്തു തരുമോ? എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ അഭിനയം? ഓ ഒന്നും പറയാനില്ല ഏട്ടാ, സൂപ്പർ. ഞാൻ തന്നെ കരുതി ശരിക്കും അച്ഛനാണോന്ന്. അത്രയ്ക്ക് സൂപ്പർ ആയിരുന്നു ഏട്ടാ. ഇതൊക്കെ പതുക്കെ പറയണോ? അതെ അതെ. അല്ല എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു പണി? അതുണ്ടല്ലോ ഏട്ടാ, നാത്തൂനൊക്കെയാണ്, പക്ഷെ ഉണ്ടല്ലോ ഒരു എല്ല് കൊള്ള. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഡയറി മിൽക്കിന്റെ കാര്യം ഉണ്ടായി. എന്റെ പൊന്നേട്ടാ, എനിക്കൊന്നും അറിയില്ല. എന്നിട്ട് എന്റെ എന്തുട്ടൊക്കെ പറഞ്ഞതെന്നറിയോ? അപ്പോൾ എനിക്കും തോന്നി ഒരു പണി കൊടുക്കാന്ന്. അല്ലേ ശരിയാവില്ല. പിന്നെയും മെക്കെട്ട് തരണം. നമ്മൾ നാത്തൂനൊക്കെയല്ലേ, ഒരു പണി ഇരിക്കട്ടേന്നേ. ദൈവം ഇതങ്ങനെയുള്ള അറിഞ്ഞാണ്ടല്ല എന്നെ വെച്ചേക്കൂല അവള്. ഏയ് സൂപ്പർ അഭിനയായിരുന്നില്ലേ, ഒരാളും കണ്ടുപിടിക്കില്ല. അത് പറഞ്ഞപ്പോഴാണ് ആ വാടക എടുത്തുള്ള ഓഹ അവിടെ ഇരിപ്പുണ്ട്, കൊടുത്തിട്ടില്ല. അതലക്കാറില്ലെന്ന് തോന്നുന്നു. അത് ഇട്ടിട്ടാണെങ്കിൽ കൊടുക്കത്തെ ചൊറിച്ചിലും. അതെന്താണ്? അവിടെ പോയപ്പോ അവിടെ ആരുമില്ല, പൂട്ടിട്ടേക്കാണ്. പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചങ്ങട്. എന്റെ പൊന്നോ, ഇനി അവരെങ്ങനെ കാണോ? എടാ ജോമോനെ,